PM കിസാൻ സമ്മാൻ നിധിയിലുള്ളവർ അറിയേണ്ട ചില പ്രധാന ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഡിസംബർ മാസം മുതൽ 22ാമത് ഗഡുവിൻ്റെ സമയം ആരംഭിച്ചിരിക്കുകയാണ്. ഈയൊരു സാഹചര്യത്തിലാണ് അർഹരായ കൂടുതൽ പേരെ കിസാൻ നിധിയിൽ ഉൾപ്പെടുത്തുവാനും ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വിഭാഗക്കാരെ ഒഴിവാക്കാനുമുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് ഇപ്പോൾ PM കിസാൻ സമ്മാൻ നിധിയിലേക്ക് പുതിയ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈയടുത്ത് പുതുതായി ഭൂമി വാങ്ങി കൃഷി ചെയ്യുന്നവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. കിസാൻ സമ്മാൻ നിധി ആരംഭിച്ച സമയത്ത് അന്ന് കൃഷിഭൂമി ഉണ്ടായിരുന്ന നിരവധി കർഷകർ പദ്ധതിയിൽ അപേക്ഷ വെച്ചിരുന്നില്ല. അങ്ങനെയുള്ള കർഷകർക്കാണ് ഇപ്പോൾ കിസാൻ നിധിയിൽ പുതുതായി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം വെബ്സൈറ്റ് വഴി ഒരുക്കിയിരിക്കുന്നത്. അതായത് 2018 വരെ സ്വന്തമായി ഭൂമിയുണ്ടായിരുന്ന കർഷകർക്ക് ഇപ്പോഴും കൈവശം ഭൂമിയുണ്ടെങ്കിൽ കിസാൻ നിധിയിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും. അതിനായി 2018-19 കരമടച്ചതിൻ്റെ പകർപ്പും ഇതിനായി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല ആ ഭൂമി ഇപ്പോഴും അപേക്ഷകന്റെ കൈവശം തന്നെയാണ് ഉള്ളതെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഈ വർഷത്തെ കരമടച്ച രസീത് പകർപ്പ് കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 2018 മുതൽ കൃഷിഭൂമി അല്ലെങ്കിൽ സ്വന്തമായി സ്ഥലത്ത് കൃഷി ചെയ്യുന്നവർക്ക് ഇപ്പോൾ കിസാൻ നിധിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. വലിയ തോതിലുള്ള കൃഷിയൊന്നും വേണമെന്നില്ല. കാരണം ചെറിയ തോതിലുള്ള കൃഷിക്കാരെ പ്രധാനമായും സഹായിക്കുവാൻ വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി. റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ, ബാങ്ക് പാസ്ബുക്ക്, മൊബൈൽ നമ്പർ, വിലാസരേഖ എന്നിവ സമർപ്പിക്കണം. അതോടൊപ്പം ആധാരമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ഡയറക്റ്റായി തുക നിക്ഷേപിക്കുന്ന രീതിയായതിനാൽ ഇപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഒക്കെ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിൽ ഒരംഗത്തിന് മാത്രമേ പദ്ധതിയിൽ അപേക്ഷ വെച്ച് ആനുകൂല്യം വാങ്ങുവാൻ സാധിക്കൂ. സർക്കാർ, പൊതുമേഖലാ ജീവനക്കാരും പെൻഷൻകാരും, ഇൻകം ടാക്സ് അടക്കുന്നവർ, പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർ, നഗരസഭാ ചെയർമാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുതലായവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല. കൂടുതൽ പേർക്ക് PM കിസാൻ ആനുകൂല്യം നൽകുന്നതിനുള്ള നടപടികൾക്കൊപ്പം തന്നെ അനർഹമായി ഈ ആനുകൂല്യം കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുന്ന നടപടിയും ഊർജിതമാക്കിയിട്ടുണ്ട്. അനർഹമായ ആനുകൂല്യം കൈപ്പറ്റിയവരിൽ നിന്നും 416 കോടി രൂപ കേന്ദ്ര സർക്കാർ ഈയടുത്ത് തിരിച്ചുപിടിച്ചു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബത്തിലെ ആളുകൾ അനർഹമായ ആനുകൂല്യം നേടിയെടുക്കുന്നുവെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ തന്നെ 29 ലക്ഷത്തിലധികം അക്കൗണ്ടുകളാണ് രാജ്യവ്യാപകമായി കണ്ടെത്തിയത്. തുടർന്നാണ് അനർഹമായി കൈപ്പറ്റിയ ആനുകൂല്യം പിടിച്ചെടുത്ത് തിരിച്ചു നൽകാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചത്. കേരളത്തിൽ 7694 കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം കൈപ്പറ്റിയതായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെ സംസ്ഥാനത്ത് 33 പേരും അനധികൃതമായ ആനുകൂല്യം കൈപ്പറ്റിയിരുന്നു. ഇത് തിരിച്ചുപിടിക്കാനുള്ള നടപടികളും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തത് ഇനി 22ാമത് ഗഡുവിന്റെ വിതരണമാണ് ഗുണഭോക്താക്കളിലേക്ക് വരുവാൻ പോകുന്നത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 4 മാസങ്ങളിലെ തുകയായിരിക്കും 22ാമത് ഗഡുവായി എത്തിച്ചേരുക. ജനുവരി മാസത്തിലോ ഫെബ്രുവരി മാസത്തിലോ ആയിരിക്കും മിക്കവാറും തുകയുടെ വിതരണം. 21ാമത് ഗഡു മുടങ്ങിയ പലരും നമ്മുടെ സംസ്ഥാനത്തുണ്ട്. PM കിസാൻ പോർട്ടലിൽ അവർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ബയോമെട്രിക് KYC ചെയ്യണോ എന്ന് നിർദ്ദേശം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ബാങ്ക് അക്കൗണ്ട് DBT എനേബിൾഡ് അല്ലാത്ത കാരണം തുക തിരിച്ചു പോയിട്ടില്ലെന്നും ഉറപ്പാക്കേണ്ടതാണ്. പലർക്കും 2 കാരണങ്ങൾ കൊണ്ടാണ് 21ാമത് ഗഡു കിട്ടാതെ പോയതെന്ന് പറയുന്നു. തുക വരാത്തവർ PM കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് കൃത്യമായ കാരണം എന്താണെന്ന് അറിയേണ്ടതാണ്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.